ഹേ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോക്സി സെർവറിനെ കുറിച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഒരു റിവ്യൂവും ഒരു ഓവറോൾ റിവ്യൂ അങ്ങനെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം കുറേ പേര് പറഞ്ഞത് പ്രോക്സി സെർവർ വേണമെന്ന് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോക്സി സെർവറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കിടിലം വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഒക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഗീവ് അവേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ഇട്ട് വെച്ചേക്കുക, എന്നിട്ട് മാത്രം വീഡിയോ കാണുക. അപ്പോൾ ഈ പ്രോക്സി സെർവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് OB49 വരെയുള്ള ഫുള്ള് ബണ്ടിൽസ്, ഇമോട്ട്, കാർ സ്കിൻ, എല്ലാ സാധനങ്ങളും നമ്മളെ അക്കൗണ്ടിൽ കിട്ടും. ഈ ഒരു പ്രോക്സി സെർവർ ആക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളെ UID-യിലാണ് നമുക്ക് എടുക്കാൻ പറ്റണം. മെയിൻ അക്കൗണ്ട് ആവും, സെക്കൻഡ് അക്കൗണ്ട് ആവും. പക്ഷേ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സെക്കൻഡ് അക്കൗണ്ട് ചെയ്ത് നോക്കാനേ പറയത്തുള്ളൂ. ഇത് ബാൻ ആവുന്ന സംഭവമൊന്നും അല്ല. മേ ബി എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ന് വെച്ചിട്ടാണ് സെക്കൻഡ് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞേക്കണത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെ അക്കൗണ്ടിൽ കിട്ടും. അതാണ് ഈ ഒരു പ്രോക്സി സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലെവലും കാര്യങ്ങളും എല്ലാം ഏകദേശം ഒരു 80-90 ലെവലിൻ്റെ അടുപ്പിച്ച് കിട്ടും. അപ്പോൾ അതാണ് പ്രോക്സി എന്ന് പറയുന്ന സെർവർ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു 3 ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഒരെണ്ണം ഫ്രീ ഫയർ മാക്സിൻ്റെ ഗ്ലോബലാണ്. ഓക്കെ, ഫ്രീ ഫയർ ഗ്ലോബലാണ്. രണ്ടാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷസൂക്ക് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. മൂന്നാമത്തത് നമ്മുടെ ഈ ഒരു ബീറ്റ വെർഷൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ഷസൂക്ക് എടുക്കുക. ഷസൂക്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്കും 3 ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഇത് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ എനിക്കിപ്പോൾ MIUI വെർഷൻ എന്നല്ലേ കാണിക്കണേ, അവിടെ ഒരു 7 ടൈം ടാപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും കാണിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫോണിനനുസരിച്ച് MIUIക്ക് വരും, വേറെ നെയിം വരും. അവിടെ ജസ്റ്റ് 7 ടൈം ടാപ്പ് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കുക. ഓക്കെ, അതിനുശേഷം USB ഡീബഗ്ഗിങ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ നോക്കുന്ന ടൈമിൽ അതിനകത്ത് തന്നെ കാണാൻ പറ്റും USB ഡീബഗ്ഗിങ്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. അപ്പം ജസ്റ്റ് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് വാണിങ്ങൊക്കെ വരാമെന്ന് നിങ്ങൾ കാര്യമാക്കേണ്ട, ജസ്റ്റ് അതൊന്ന് ഓൺ ആക്കുക. അതിനുശേഷം അവിടെ തന്നെ കാണാൻ പറ്റും വയർലെസ് ഡീബഗ്ഗിങ്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. ഓക്കെ, അത് ഓൺ ആക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോൺ ഏതെങ്കിലും വൈഫൈയോ അല്ലെങ്കിൽ വേറൊരു ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ വയർലെസ് ഡീബഗ്ഗിങ് ഓൺ ആക്കുക. അപ്പോൾ അവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെയർ ഡിവൈസ് വിത്ത് പെയറിംഗ് കോഡെന്ന് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പെയർ ഡിവൈസ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് താഴെ കാണിക്കും. അത് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം അവിടെ അടിക്കുക. ഓക്കെ, ഇതാ ഞാനിപ്പോൾ അടിക്കാനാണെങ്കിൽ നിങ്ങളെ സെറ്റിങ്സ് അടിക്കാൻ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഷസൂക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷമേ വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഷസൂക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അത് ബാക്ക്ഗ്രൗണ്ട് റൺ ആയി വേണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സെറ്റിങ്സിൽ തന്നെ അവിടെ സെക്യൂരിറ്റി ഡീബഗ്ഗിങ്ങിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ജസ്റ്റ് ഓണാക്കാൻ ഞാൻ കാണിച്ച കണക്ക്. അതിനുശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഷിസൂക്ക് ആപ്ലിക്കേഷന് വരിക. അതിനുശേഷം പെയർ ആയി കിടക്കുക. അവിടെ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് അടിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കണക്ക് തന്നെ റണ്ണിങ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതിനകത്ത് ആ മൂന്നാമത്തെ ബീറ്റ വെർഷൻ്റെ ആപ്ലിക്കേഷൻ എടുക്കുക. അതിനുശേഷം അലവ് കൊടുക്കുക, ഷസൂക്ക് അലവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആക്ടിവേറ്റ് സെർവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റിലത്തെ ഓപ്ഷൻ. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആ പേര് എനിക്കറിയാൻ വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ വൈൽഡ്ലെസ് UID എന്ന് കാണും. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ UID ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അൺലോക്ക് വിത്തൗട്ട് ഡിസ്കോഡ് കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ UID അവിടെ പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അൺലോക്ക് വിത്തൗട്ട് ഡിസ്കോഡ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഈ കണ്ടിന്യൂ വിത്ത് ആഡ് നെക്സ്റ്റ് ഇതിങ്ങനെ അടിക്കുക. ആഡൊന്നും വരത്തില്ല, നിങ്ങൾ സ്പാക്ക് അടിച്ചാൽ മതി. ആഡ് വന്നു കഴിഞ്ഞാലും ഒരു സീനും ഇല്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഒരു 4 പേജിട്ട് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകണം. ഇത്രയേ ഉള്ളൂ. അത്രയും ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺലോക്കായി. നമ്മുടെ സെറ്റപ്പ് 90% കഴിഞ്ഞിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഇപ്പോൾ അൺലോക്ക്ഡ് ബീറ്റ സെർവർ എന്ന് കാണും. അപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ മാക്സിമം എടുത്ത് നിങ്ങളുടെ ഡിവൈസിൽ ആദ്യമേ ഇട്ടേക്കുക. ഓക്കെ, എന്നിട്ട് വേണം ഇതെല്ലാം കാണാം. ഫ്രീ ഫയർ ഗ്ലോബൽ എടുത്ത് നിങ്ങളുടെ ഡിവൈസിൽ ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ ഫ്രീ ഫയർ ഗ്ലോബൽ ഓൺ ആക്കുന്ന ടൈമിൽ നമ്മുടെ അക്കൗണ്ട് കയറുമ്പം ഇതേ കണക്ക് നമ്മുടെ അക്കൗണ്ട് ഫുള്ള് സാധനം കിട്ടിക്കിടക്കും. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്ലോബൽ എടുക്കുക, ഷസൂക്ക് എടുക്കുക, തേർഡ് ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. 3 എടുത്തിട്ടിട്ട് വേണം ഈ സെറ്റപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു ലിങ്കും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ഫുള്ള് കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ 3-ാമതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ലിങ്ക് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതെന്ന് ഷസൂക്ക് ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ഡയറക്റ്റ് ലിങ്ക് അല്ല. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ആ വീഡിയോയുടെ ലിങ്കിൻ്റെ അതായത് ഒരു വീഡിയോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആ വീഡിയോയുടെ അവസാനമാണ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കണേ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് വെച്ചിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സെറ്റപ്പാണ്. ഫസ്റ്റിലെ ഫ്രീ ഫയർ ഗ്ലോബൽ എടുക്കണം, ഷസൂക്ക് എടുക്കണം, പിന്നെ ഈ തേർഡ് നമ്മൾ സീക്രട്ട് ആപ്ലിക്കേഷൻ എടുക്കുക. എന്നിട്ട് വേണം സെറ്റപ്പ് ചെയ്ത് തുടങ്ങാനായിട്ട്. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.